വെക്കേഷനായ പിന്നെ ഒരു ട്രിപ്പ് പോകണ്ടല്ലേ. നമ്മൾ അങ്ങനെ രാവിലെ 6 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ മൈസൂരേക്കാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. വിഷു കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്ന് വിചാരിച്ച് നമുക്കങ്ങ് പോവാമെന്ന്. ഇന്നലെ രാത്രി മൊത്തം പാക്ക് ചെയ്ത് നമ്മളങ്ങനെ ഇന്ന് രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ആ ഒരു ഉറക്കമാണ് കുഞ്ഞുണ്ണിക്ക് കാണുന്നത്. കുഞ്ഞുണ്ണി നല്ല ഉറക്കമായിരുന്നു. അതിനിടയിൽ ഉറക്കം ഞെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയിലത്തെ ഫ്രൂട്ട്സും എന്തൊക്കെയോ ബേക്കറി ഐറ്റംസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് വിശക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ചായയും പിന്നെ നെയ്പത്തിരിയും ആണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഷോപ്പിൽ അങ്ങനത്തെ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച് മതി അത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല ചൂടുള്ള നെയ്പത്തിരിയായിരുന്നു. വേറെ കറികളും കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് കടിയും അങ്ങനത്തെ കാര്യങ്ങളുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചായ കുടിക്കുന്ന സമയത്ത് ഉറക്ക ക്ഷീണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്, ഒരു ഉണർവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മുടെ മുന്നിൽ ഇത് ആനവണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനവണ്ടി കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തു. അപ്പോൾ ഇതാ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ എൻട്രി ഫീ ഉണ്ട്, 20 റുപ്പീസാണ്. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് ആനേനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷം. ഇങ്ങനെ കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ആനയും മാനും ഒക്കെ കാണുമല്ലോ. അതിനിടെ മാനിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. റൂം എടുത്താൽ പിന്നെ ഒറ്റ കിടത്തം കിടക്കണം. അപ്പോൾ കുഞ്ഞുണ്ണിയാണ് ഫസ്റ്റ് കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ.